Dear students, today we are going to discuss about the third and the most important matrix operation, that is multiplication of two matrices. എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്ന മെട്രിസസ് ഒരു പ്രധാന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മെട്രിക്സിലുള്ള റോകളുടെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലുള്ള കോളങ്ങളുടെ എണ്ണവും ഈക്വൽ ആയാൽ മാത്രമേ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഉദാഹരണമായി രണ്ട് മെട്രിക്സ് A and matrix B. Okay, and we are asked to find A into B. A into B ആണ് കണ്ടുപിടിക്കേണ്ടത്. എയും ബിയും തമ്മിലുള്ള എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് A into B ആണ് കണ്ടുപിടിക്കേണ്ടത്. A into B എന്ന് പറയുമ്പോൾ ആദ്യത്തെ മെട്രിക്സ് A ആണ്, B രണ്ടാമത്തെ മെട്രിക്സ് ആണ്. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് A into B കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യ മെട്രിക്സ് ആയ എ എന്ന മെട്രിക്സിലുള്ള റോകളുടെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സ് ആയ ബിയിലുള്ള കോളങ്ങളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ എ ഇൻറ്റു ബി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് പ്രധാന കണ്ടീഷൻ. അതുപോലെ ബി ഇൻറ്റു എ ആണ് കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിക്കുക. ബി ഇൻറ്റു എ കണ്ടുപിടിക്കണമെങ്കിൽ ബി എന്ന മെട്രിക്സിലുള്ള റോകളുടെ എണ്ണവും എ എന്ന മെട്രിക്സിലുള്ള കോളങ്ങളുടെ എണ്ണവും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബി ഇൻറ്റു എ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രീസസ് എന്ന കേസിൽ എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല. സാധാരണ 3 ഇൻറ്റു 2 6 2 ഇൻറ്റു 3 6. പക്ഷേ മെട്രിക്സ് എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഒരേ ആൻസർ ആയിക്കൊള്ളണമെന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒന്നാമത്തെ മെട്രിക്സിലുള്ള റോകളുടെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലുള്ള കോളങ്ങളുടെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ എ ഇൻറ്റു ഒന്നാമത്തെ മെട്രിക്സ് ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സ് അത് കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ആ മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. എ എന്ന മെട്രിക്സിലുള്ള എലിമെൻസിനെയൊക്കെ പേര് കൊടുത്തിരിക്കുന്നത് എ എന്നും അതിൻ്റെ പൊസിഷൻ്റെ നമ്പറുകളും ചേർത്താണ് പേര് കൊടുത്തിരിക്കുന്നത്. A11 എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സിലെ ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ കോളത്തിലുള്ള മെട്രിക്സ്. അതുപോലെ A12 A13 A21 A22 A23 A31 A32 A33. മെട്രിക്സ് ബി അതേപോലെ പേര് കൊടുത്തിരിക്കുന്നു. B11 B12 B13 B21 B22 B23 ആൻഡ് B31 B32 B33. ഓക്കെ, എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എ ഇൻറ്റു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഡക്റ്റ് എ ഇൻറ്റു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എ എന്ന മെട്രിക്സിലെ റോകളുടെ എണ്ണം ഒന്ന് നോക്കൂ. എ എന്ന മെട്രിക്സിൽ എത്ര റോയാണുള്ളത്? 1 2 3 3 റോയാണുള്ളത്. ശരി. ബി എന്ന മെട്രിക്സിൽ എത്ര കോളങ്ങളാണുള്ളത്? 1 2 3 3 കോളങ്ങൾ തന്നെയാണുള്ളത്. അപ്പം എ ബി കണ്ടുപിടിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലായി. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എ ഇൻറ്റു ബി കണ്ടുപിടിക്കുക. എങ്ങനെയാണ് എ ഇൻറ്റു ബി കണ്ടുപിടിക്കുക? അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം, ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു തരും. ബാക്കിയൊക്കെ നിങ്ങൾ അതനുസരിച്ച് ചെയ്തോളണം. ആദ്യത്തെ മെട്രിക്സിലെ ഓരോ റോയും എടുക്കുക.
നോക്കൂ, ആദ്യത്തെ മെട്രിക്സ് എ ആണ്. ഇതിലെ ഫസ്റ്റ് റോ എടുത്തോളൂ. A11, A12, A13 എന്ന് പറയുന്ന ഫസ്റ്റ് റോയിലുള്ള എലിമെന്റ്സ് ആണ് എടുക്കേണ്ടത്. ഓക്കെ. ബി എന്ന രണ്ടാമത്തെ മെട്രിക്സിലുള്ള ഫസ്റ്റ് കോളവും എടുക്കുക. B11, B21, B31 എന്ന ഈ കോളവും എടുക്കുക. ഓരോന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കൂ, A1 എന്നിട്ട് ആഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയത് ആഡ് ചെയ്യുക. നോക്കൂ, അതായത് A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21 പ്ലസ് A13 ഇൻറ്റു B31. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എ ബിയുടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരേണ്ട ഈ വാല്യൂ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എ എന്ന മെട്രിക്സിലുള്ള ഫസ്റ്റ് റോ തന്നെ എടുക്കുക. ബി എന്ന മെട്രിക്സിലുള്ള സെക്കൻഡ് കോളം എടുക്കുക. അപ്പോൾ എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിടുക. അപ്പോൾ A11 ഇൻറ്റു B12, A12 ഇൻറ്റു B22, A13 ഇൻറ്റു B32 ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോഴാണ് എ ബിയുടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ളത് ഈ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും എ എന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോ തന്നെ എടുക്കുക. ബി എന്ന മെട്രിക്സിലുള്ള തേർഡ് കോളവും എടുക്കുക, ലാസ്റ്റ് കോളവും എടുക്കുക. എങ്ങനെ ചെയ്യാം? A11 ഇൻറ്റു B13 പ്ലസ് A12 ഇൻറ്റു B23 പ്ലസ് A13 ഇൻറ്റു B33. ഓക്കെ, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റോയിൽ മൂന്നാമത്തെ കോളത്തിലുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അതോടുകൂടി നമ്മൾ എ എന്ന മെട്രിക്സിലുള്ള ഫസ്റ്റ് റോ പരിഗണിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് റോ പരിഗണിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എ ബിയുടെ ഫസ്റ്റ് റോയിൽ വരേണ്ട എലിമെന്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി എ എന്ന മെട്രിക്സിലുള്ള സെക്കൻഡ് റോ പരിഗണിക്കുക. ബി എന്ന മെട്രിക്സിലുള്ള ഫസ്റ്റ് കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും A21 ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B21 പ്ലസ് A23 ഇൻറ്റു B31. ഓക്കെ, അതാണ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരേണ്ട എലിമെന്റ് കിട്ടി എ ബിയുടെ. ഓക്കെ, ഇനി വീണ്ടും സെക്കൻഡ് റോ തന്നെ പരിഗണിക്കുക. എയുടെ ബിയിലുള്ള സെക്കൻഡ് കോളവും പരിഗണിക്കുക. അപ്പോഴെങ്ങനെ വരും? A21 ഇൻറ്റു B12, A22 ഇൻറ്റു B22, A23 ഇൻറ്റു B32 എന്ന് കിട്ടും. അത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ള വാല്യൂ കിട്ടി. ഓക്കെ, വീണ്ടും എയുടെ സെക്കൻഡ് റോയും ബിയുടെ തേർഡ് കോളവും നോക്കുക. അപ്പോൾ എങ്ങനെ വരും? A21 ഇൻറ്റു B13 പ്ലസ് A22 ഇൻറ്റു B23 പ്ലസ് A23 ഇൻറ്റു B33 എന്ന് കിട്ടും. അത് ഏതാണ്? സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിലുള്ള ഈ വാല്യൂ കിട്ടി. ഓക്കെ, അതോടുകൂടി സെക്കൻഡ് റോ എ ബിയുടെ സെക്കൻഡ് റോയിലുള്ള എല്ലാ എലിമെന്റ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി പരിഗണിക്കേണ്ടത് ഫസ്റ്റ് മെട്രിക്സ് ആയ എയുടെ തേർഡ് റോയാണ് പരിഗണിക്കേണ്ടത്. തേർഡ് റോയും ഇവിടെ ബിയുടെ ഫസ്റ്റ് കോളവും പരിഗണിക്കുക. നോക്കൂ, A31 ഇൻറ്റു B11 പ്ലസ് A32 ഇൻറ്റു B21 പ്ലസ് A33 ഇൻറ്റു B31. ഓക്കെ, അതേതാണ്? തേർഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എയുടെ തേർഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോഴെങ്ങനെ വരും? A31 ഇൻറ്റു B12, A32 ഇൻറ്റു B22, A33 ഇൻറ്റു B32 എന്ന് വരും. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ തേർഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ കിട്ടേണ്ട ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് അവസാനത്തത്? എ എന്ന മെട്രിക്സിലുള്ള അവസാനത്തെ മൂന്നാമത്തെ റോയും അതുപോലെ
ബി എന്ന മെട്രിക്സിലുള്ള മൂന്നാമത്തെ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. A31 ഇൻറ്റു B13, A32 ഇൻറ്റു B23, A33 ഇൻറ്റു B33 മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നും ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ റോയിൽ മൂന്നാമത്തെ കോളത്തിലുള്ള വാല്യൂ കിട്ടുന്നു. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ മെട്രിക്സ് രണ്ടാമത്തെ മെട്രിക്സ് എന്നിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഏത് രണ്ടാമത് ഏത് എന്നുള്ള ആ ഓർഡർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എ എന്ന മെട്രിക്സിലുള്ള ആദ്യത്തെ മെട്രിക്സിലുള്ള റോകളുടെ എണ്ണം എത്രയാണ്, രണ്ടാമത്തെ മെട്രിക്സിലുള്ള കോളങ്ങളുടെ എണ്ണം എത്രയാണ്, അതായിരിക്കും നമ്മുടെ ആൻസറിലുള്ള റോകളുടെയും കോളങ്ങളുടെയും എണ്ണം. ഇവിടെ 1 2 3 ആണ് റോ, ഇവിടെ 1 2 3 ആണ് കോളം. അപ്പോൾ എ ബിയിലെ റോ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള റോയും എ ബിയിലെ കോളം എന്ന് പറയുന്നത് ബിയിലുള്ള കോളവും ആയിരിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ദി മെട്രിസസ് 1 and 2. 1 ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അനദർ മെട്രിക്സ് 1, രണ്ട് മെട്രിക്സ് ആണ് ഇവിടെ ഉള്ളത്. 1 and 2 രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, മെട്രിക്സ് 1 ഇതാണ്. രണ്ടാമത്തെ മെട്രിക്സ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ആ രണ്ട് മെട്രിക്സ് ഏതൊക്കെയാണിത്? ഓക്കെ, ഇവിടെ 1 2 3 3 റോ, 1 2 3 3 കോളം. അപ്പം മൾട്ടിപ്ലിക്കേഷൻ എ ഇൻറ്റു ബി പോസിബിൾ ആണ് എന്നറിയാം. ഓക്കെ, അപ്പോൾ എ ബി എന്നീ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നോക്കൂ. 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 4. ഓക്കെ, ഇവിടെ ഏതാ നോക്കൂ, ഇത് ഡോട്ട് ഇട്ടിരിക്കുന്ന ഇൻറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കൂ, ഫസ്റ്റ് റോ തന്നെയാണ് വീണ്ടും എടുക്കുന്നത്, എന്നിട്ട് സെക്കൻഡ് കോളമാണ് നോക്കുന്നത്. 1 ഇൻറ്റു 1, 3 ഇൻറ്റു 2, 2 ഇൻറ്റു -1. ഓക്കെ, ഇനി വീണ്ടും ഫസ്റ്റ് റോയും തേർഡ് കോളവുമാണ്. 1 ഇൻറ്റു 2, 3 ഇൻറ്റു 3, 2 ഇൻറ്റു 1. ഓക്കെ, അതോടുകൂടി ഫസ്റ്റ് റോ പൂർണ്ണമായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റോയുടെ മൾട്ടിപ്ലൈ ആഡ് ചെയ്ത് 23 5 13 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കൂ, രണ്ടാമത്തെ റോയും ഒന്നാമത്തെ കോളവും നോക്കുക. 0 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 4. ഓക്കെ, അതാണ്. ദെൻ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും 0 ഇൻറ്റു 1, 2 ഇൻറ്റു 2, 1 ഇൻറ്റു -1. അതാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോയും തേർഡ് കോളവും 0 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 1. അതാണ് ഇത്. ഓക്കെ, ഇനി നോക്കേണ്ടത് ആദ്യത്തെ മെട്രിക്സിൻ്റെ തേർഡ് റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളവും. 0 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 4. ഓക്കെ, അതാണ് ഇത്. ഇനി 0 ഇൻറ്റു 1 പ്ലസ് 5 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു -1. ഓക്കെ, ഇനി ലാസ്റ്റ് റോയും ലാസ്റ്റ് കോളവുമാണ്. 0 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ റിസൾട്ട് വരുന്നത് എത്രയാണ്? 23 5 13, 12 3 7, 32 7 18. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. രണ്ട് മെട്രിക്സ്, ഒരു മെട്രിക്സ് ഇതാണ്, ഇവിടെ രണ്ട് റോയാണുള്ളത്. രണ്ടാമത്തെ മെട്രിക്സിൽ കോളങ്ങളും 2 ആണ്.
അപ്പോൾ 2 മെട്രിക്സ്, ഒന്നാമത്തതിൻ്റെ കോളങ്ങളുടെ എണ്ണം, റോകളുടെ എണ്ണം 2, രണ്ടാമത്തെ മെട്രിക്സിലുള്ള കോളങ്ങളുടെ എണ്ണവും 2. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിലെ റോകളുടെ എണ്ണം 2, കോളങ്ങളുടെ എണ്ണം 2 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അങ്ങനെയല്ലേ എന്ന് നോക്കൂ. എയും ബിയും ഇതാണ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ട സ്ക്വയർ മെട്രിക്സ്, 2 റോയും 2 കോളവും ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ റൂൾ പ്രകാരം തന്നെയല്ലേ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. പി ക്യു ആർ 3 മെട്രിക്സ് തന്നിരിക്കുകയാണ്. ആവശ്യപ്പെട്ട എന്താ? ഫൈൻഡ് പി ഇൻറ്റു ക്യു പ്ലസ് ആർ ആൻഡ് പി ക്യു പ്ലസ് പി ആർ. ഹെൻസ് പ്രൂവ് P into Q plus R equal to PQ plus PR ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? P into Q plus R കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് Q plus R, അഡീഷൻ നമ്മൾ പഠിച്ചതാണ്, Q plus R കണ്ടുപിടിക്കുക. Pയും Qയും Rഉം Q plus R കിട്ടി. ഓക്കെ, Q plus R ഇത്രയാണ് കിട്ടുന്നത്. Q plus R കിട്ടിക്കഴിഞ്ഞാൽ അതിനെ P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. P ഇതാണ്, Q plus R ഇതാണ്, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം പി ക്യു കണ്ടുപിടിക്കുക, P ഇൻറ്റു Q കണ്ടുപിടിക്കുക. അതുപോലെ പി ആറും കണ്ടുപിടിക്കുക, PR കണ്ടുപിടിക്കുക. പി ക്യു ഇതാ, PR കണ്ടുപിടിക്കുക. അത് രണ്ടും ആഡ് ചെയ്യുക. PQ പ്ലസ് PR ആഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നോക്കൂ, ആദ്യം കിട്ടിയത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയിരിക്കുന്നതെന്ന് നോക്കൂ. 10, 8, 32, 26. 10, 8, 32, 26. അപ്പോൾ എന്താ? P ഇൻറ്റു Q പ്ലസ് ആർ ഈക്വൽ ടു PQ പ്ലസ് PR ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് A ഈക്വൽ ടു 1, 2, 3, 2, 3, 4, -1, 1, 2 and B ഈക്വൽ ടു മെട്രിക്സ് 0, 2, -1, 1, 3, 4, 0, -2, -3. Find the product of AB and BA. AB കണ്ടുപിടിക്കുക, BAയും കണ്ടുപിടിക്കുക. Show that AB not equal to BA. ABയും BAയും ഈക്വൽ അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം AB കണ്ടുപിടിക്കാം. AB കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ പറഞ്ഞ റൂൾ പ്രകാരം AB കണ്ടുപിടിച്ചാൽ ഇങ്ങനെ കിട്ടും. ഇനി BA കണ്ടുപിടിച്ച് നോക്കൂ. BA കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. അപ്പോൾ ABയും BAയും ഈക്വൽ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ABC. ഫൈൻഡ് A ഇൻറ്റു BC, AB ഇൻറ്റു C ആൻഡ് ഷോ ദാറ്റ് A ഇൻറ്റു BC ഈസ് ഈക്വൽ ടു AB ഇൻറ്റു C. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം BC കണ്ടുപിടിക്കണം, പിന്നെ A ഇൻറ്റു BC കണ്ടുപിടിക്കണം. അതുപോലെ A ഇൻറ്റു B കണ്ടുപിടിക്കുക. A ഇൻറ്റു B കിട്ടിയാൽ അതിനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, എന്നിട്ട് A ഇൻറ്റു BC യും AB ഇൻറ്റു സിയും സെയിം ആണ് എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക എങ്ങനെയാണെന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 2 shops have the stock of large, medium and small sizes of a toothpaste. The number of each size stocked is given by the matrix A, where A 150, 240, 120. ഇത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന പേസ്റ്റുകളുടെ ക്വാണ്ടിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത് 2 ഷോപ്പുകളിലായിട്ട്. ഓക്കെ, നോക്കൂ, ലാർജ്, മീഡിയം, സ്മോൾ എന്നിങ്ങനെ ക്വാണ്ടിറ്റിയാണുള്ളത്. ഒന്നാമത്തെ ഷോപ്പിൽ ലാർജ് 150ഉം മീഡിയം 240, സ്മോൾ 120 ആണുള്ളത്. രണ്ടാമത്തെ ഷോപ്പിൽ ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള ടൂത്ത് പേസ്റ്റ് 90ഉം മീഡിയം ടൂത്ത് പേസ്റ്റ് 300ഉം സ്മോൾ ടൂത്ത് പേസ്റ്റ് 210ഉം ആണുള്ളത്. ഇങ്ങനെയാണ് 2 ഷോപ്പുകളിലായിട്ട് ലാർജ്, മീഡിയം, സ്മോൾ വിഭാഗങ്ങളിലായിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളുടെ സ്റ്റോക്ക്. ദി കോസ്റ്റ് മെട്രിക്സ് B of the different size of the toothpaste is given by B equal to 14, 10, 6.
ഇത് ലാർജിൻ്റെ റേറ്റ് ആണ്, മീഡിയത്തിൻ്റെ റേറ്റ് 10, സ്മോളിൻ്റെ റേറ്റ് ആണ് 6. ഫൈൻഡ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടൂത്ത്പേസ്റ്റ് ബൈ ഈച്ച് ഷോപ്പ്. ഓരോ ഷോപ്പും ഈ സ്റ്റോക്കിന് മീതെ എത്രത്തോളം എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ക്വാണ്ടിറ്റിയെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന മെട്രിക്സ് 150, 240, 120, 90, 300, 210 എന്നാണ്. റേറ്റിനെ സൂചിപ്പിക്കുന്നത് 14, 10, 4 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ഇത് 150 ഇൻറ്റു ഒന്നാമത്തെ റോ കോളവും പരിഗണിക്കുക. 150 ഇൻറ്റു 14 പ്ലസ് 240 ഇൻറ്റു 10 പ്ലസ് 120 ഇൻറ്റു 6. ഓക്കെ, അതുപോലെ 90 ഇൻറ്റു 14 പ്ലസ് 300 ഇൻറ്റു 10 പ്ലസ് 210 ഇൻറ്റു 6. ഓക്കെ, അതാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഷോപ്പ് 5220 രൂപയും രണ്ടാമത്തെ ഷോപ്പ് 5520 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 2 2 1 2 2 2 1 ഷോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5i ഈക്വൽ ടു 0. ഇവിടെ എ സ്ക്വയറും 4a ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ 5i എന്ന് കണ്ടോ? 5i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സിൽ i എന്ന ആ സിമ്പൽ സൂചിപ്പിക്കുന്നത് ഐഡന്റിറ്റി മെട്രിക്സിനെയാണ്. ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടാവും. ഐഡന്റിറ്റി മെട്രിക്സ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയില്ല, എന്താ? യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയും. യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്. ആ ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അതിൽ ഡയഗണൽ എലിമെന്റ്സ് മാത്രം നോൺ സീറോ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ആ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം തന്നെ നോൺ സീറോ വാല്യൂ ആയിരിക്കും, ബാക്കിയെല്ലാം സീറോ വാല്യൂ ആയിരിക്കും. ആ ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറയുന്നത് തന്നെ സെയിം ആയിരിക്കും. സെയിം ആയിരിക്കുക മാത്രമല്ല, അത് എല്ലാം 1 ആയിരിക്കുകയും ചെയ്യും. ഡയഗണലിലുള്ള മെട്രിക്സ്, ആ മെട്രിക്സിന്റെ സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണലിൽ ഉള്ള വാല്യൂസ് എല്ലാം 1 ആയിരിക്കുകയും ബാക്കിയുള്ളതെല്ലാം 0 ആയിരിക്കുകയും ചെയ്യും. അതിനെയാണ് യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5i ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ സ്ക്വയർ കാണണം, 4a 5i. ഓക്കെ, നമുക്ക് ആദ്യം എ സ്ക്വയർ കാണാം. എ തന്നിട്ടുണ്ട് 122 212 221 ഇൻറ്റു എ തന്നെ, അപ്പോഴാണ് എ സ്ക്വയർ. ഇപ്പോൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ സ്ക്വയർ ഇത് കിട്ടും. എത്ര? 988 898 889 എന്ന് കിട്ടി. ഇതാണ് എ സ്ക്വയർ. 4a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ സ്കാലാർ എന്ന് പഠിച്ചത്. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നു 488 848 884 എന്ന് കിട്ടുന്നു. 4a കിട്ടി. ഓക്കെ, ഇനി വേണ്ടത് എന്താ? 5i ആണ്. 5i. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മെട്രിക്സ് എങ്ങനെയുള്ള മെട്രിക്സാണ്? 3 റോയും 3 കോളും ഉള്ള മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്ന, യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്ന ആ സ്ക്വയർ മെട്രിക്സ് ഒരു തേർഡ് ഓർഡർ മെട്രിക്സ് തന്നെയായിരിക്കണം. തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് തന്നെ എടുക്കണം. അപ്പോൾ i എന്ന് പറയുന്നത് എന്താണ്? ഇതാ നോക്കൂ, 1 1 1 എല്ലാം ഡയഗണൽ എലിമെന്റ്സിൽ മാത്രമേ നോൺ സീറോ വാല്യൂ ഉള്ളൂ. ആ നോൺ സീറോ വാല്യൂ സെയിം ആയിരിക്കണം. ആ സെയിം ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെ വരണം. അപ്പോഴാണ് യൂണിറ്റ് മെട്രിക്സ് എന്ന് പഠിച്ചത്. ഓക്കെ, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള i എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് ഈ തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് എടുത്തു? ക്വസ്റ്റ്യനിലുള്ളത് തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഐയും തേർഡ് ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആയിട്ട് തന്നെ എടുത്തത്. ഓക്കെ, അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനെ വരും. എല്ലാ എലിമെൻറ്റിനെയും ആ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5 0 0 0 5 0 0 0 5 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് എ സ്ക്വയർ കിട്ടി, 4a കിട്ടി, 5i കിട്ടി. ഇനി എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5i നോക്കൂ. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 0 0 0 കിട്ടും. 0 0 കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താണ്? സീറോ മെട്രിക്സ് ആണ്. എല്ലാം സീറോ വരുന്നത്. എ സ്ക്വയർ മൈനസ് 4a മൈനസ് 5i ഈക്വൽ ടു 0. ഓക്കെ, ഇതിനെയാണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സസ് അത് വിശദമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.